ഫൈനലി ബ്രസീലിയൻ്റെ ആരാധകരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്ന് ആ ഒരു മൊമെൻറ്റ് സംഭവിച്ചു. കാർലോ ആൻസലോട്ടി ഡോൺ കാർലോ ടു ബ്രസീൽ എന്നുള്ളത് കൺഫേം ആയി. ബ്രസീലിയൻ്റെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാർലോ ആൻസലോട്ടി റയൽ മാഡ്രിഡിൽ നിന്നും ബ്രസീലിലോട്ട് 2026 വേൾഡ് കപ്പ് വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഇപ്പോൾ കറൻ്റ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും അത് കൺഫേം ആയിട്ടുണ്ട്. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ 4ാം സ്ഥാനത്താണ്. 6 മത്സരം വിജയിച്ചു, 3 മത്സരം സമനിലയായി, 5 മത്സരം അവർ പരാജയപ്പെട്ടു. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിൽ പ്ലെയേഴ്സിന് ഒരു കുറവുമില്ല. നമ്മൾ ഗോൾ കീപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഡേഴ്സൺ, ആലിസൺ ടോപ്പ് വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സാണ് അവർക്കുള്ളത്. ഡിഫൻഡേഴ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിനിയോസ്, ഗബ്രിയൽ മഹല്ലസ്, ഇവരെ പോലത്തെ ടോപ്പ് ക്ലാസ് പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡറാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡറാണ് ഗബ്രിയൽ മഹല്ലസ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡറാണ് മാർക്കിനിയോസ് എന്ന് പറയുന്നത്. മിഡ്ഫീൽഡിലോട്ട് ജസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ കാസമീറോ ഇപ്പം നല്ല ഫോമിലാണ്, ബ്രൂണോ ഗുയിമേറസ് നല്ല ഫോമിലാണ്. ഇറ്റാലിയൻ സീരിയയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള എഡേഴ്സൺ, അറ്റ്ലാന്റയുടെ എഡേഴ്സൺ ബ്രസീലിലാണ്. അങ്ങനെ മിഡ്ഫീൽഡേഴ്സിലും അടിപൊളിയാണ്. ഫോർവേഡിൽ പിന്നെ അറ്റാക്കിങ്ങിൽ പിന്നെ പോവേ വേണ്ട. വിനീഷ്യസ് ജൂനിയർ, റാഫീനിയ, റോഡ്രിഗോ, എൻട്രിക്ക്, ആന്റണി, സാവിഞ്ഞോ, നെയ്മർ, ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെ ഇത്രയും ഡെപ്തുള്ളൊരു സ്ക്വാഡ് ബ്രസീലിയൻ നാഷണൽ ടീമിന് ഉണ്ടായിട്ട് അവർക്ക് ഇതുവരെ 5 മത്സരം അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ബ്രസീലിയൻ ക്വാളിഫയേഴ്സിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു കോച്ചില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അതെന്തായാലും ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്. ബ്രസീലിയൻ നാഷണൽ ടീം കാർലോ ആൻസലോട്ടിയെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു 2022 വേൾഡ് കപ്പിന് ശേഷം ടിറ്റെ പോയതിന് ശേഷം ബ്രസീലിയൻ നാഷണൽ ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഫുട്ബോൾ ജേർണലിസ്റ്റും പറയുന്നുണ്ടായിരുന്നു, ഒരു ടിറ്റെ പോയതിന് ശേഷം ഇനി ബ്രസീലിൽ നിന്ന് വേറൊരു നല്ല കോച്ചിനെ, ടിറ്റേനേക്കാളും നല്ല കോച്ചിനെ ബ്രസീലിൽ ഇനി കിട്ടാനില്ല. പക്ഷെ അവർ സ്റ്റിൽ ബ്രസീലിയൻ കോച്ചിനെ തന്നെ സൈൻ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റേതായുള്ള ഫെയിലിയേഴ്സ് ആ ഒരു ബ്രസീലിയൻ നാഷണൽ ടീമിൽ കാണാനുണ്ടായിരുന്നു. 2023-24 സീസണിൽ കാർലോ ആൻസലോട്ടിയുമായിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ പ്രസിഡന്റ് ആയിട്ടുള്ള എഡ്നാൾഡോ ഓൾമോസ്റ്റ് വെർബൽ അഗ്രിമെൻ്റ് ഒക്കെ ഓക്കെ പറഞ്ഞിരുന്നു. റയൽ മാഡ്രിഡിൽ കാർലോ ആൻസലോട്ടി യുഫ ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യൻസ് ആയി നിൽക്കുകയായിരുന്നു, ലാലിഗയിൽ ചാമ്പ്യൻസ് ആയി നിൽക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് സാബി അലൻസോയിൽ ഒരു ചെറിയൊരു നോട്ടം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കാർലോ ആൻസലോട്ടിയെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് മേ ബി ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കില്ല. അങ്ങനെയൊക്കെ ആയ സമയത്ത് ബ്രസീലിയൻ നാഷണൽ ടീമുമായിട്ട് കാർലോ ആൻസലോട്ടി ഒരു വെർബൽ അഗ്രിമെൻ്റ് ഓക്കെ ചെയ്തിരുന്നു. ആ സമയത്താണ് ബ്രസീലിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള എഡ്നാൾഡോക്ക് കുറച്ച് അലിഗേഷൻസ് വരികയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും റിസൈൻ ചെയ്യേണ്ടിയും വരുന്നത്. ആ സമയത്ത് കാർലോ ആൻസലോട്ടിക്ക് എന്ത് ചെയ്തു, എഡ്നാൾഡോ വരെയാണ് വെർബൽ അഗ്രിമെൻ്റ് ഓക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന ബ്രസീലിയൻ പ്രസിഡന്റ് കാർലോ ആൻസലോട്ടിയോട് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ റയൽ മാഡ്രിഡിൽ ഉണ്ടാവില്ല, ഇവിടെ ബ്രസീലിയൻ ടീമിലും കോച്ചാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ പണി പോകും. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻഷൻ ഓഫർ വെച്ചുകയും ചെയ്തു. അദ്ദേഹം 2 വർഷം റയൽ മാഡ്രിഡിൽ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ബ്രസീലിയൻ നാഷണൽ ടീമിൽ ഇവിടെ ഒരു കോച്ച് ഇല്ലാതെയായി. അങ്ങനെയാണ് പിന്നെ ബ്രസീലിയൻ നാഷണൽ ടീം ഡൊറിവാൾ ജൂനിയറിനെ സൈൻ ചെയ്തത്. ഒരു ബ്രസീലിയൻ കോച്ചായിട്ടുള്ള ഡൊറിവാൾ ജൂനിയറിനെ സൈൻ ചെയ്തു. അങ്ങനെ ഡൊറിവാൾ ജൂനിയറിൻ്റെ അണ്ടറിൽ ബ്രസീൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും എഡ്നാൾഡോ അദ്ദേഹം ആ ഒരു ബ്രസീലിയൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹം തന്നെ കോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസി ഒക്കെ പ്രൂവ് ചെയ്ത് വീണ്ടും ബ്രസീലിയൻ പ്രസിഡന്റ് എഡ്നാൾഡോ തന്നെ ആയി. നമുക്കറിയാം റൊണാൾഡോ നൊസാരിയോ ഒക്കെ ബ്രസീലിയൻ പ്രസിഡന്റ് ആവുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എഡ്നാൾഡോ തന്നെ ആയി. കുറച്ച് കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സീറ്റ് അവിടെ ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും കാർലോ ആൻസലോട്ടിയും എഡ്നാൾഡോ തമ്മിൽ വീണ്ടും ഒരു ടോക്ക് വന്നു. അവർ വെർബൽ അഗ്രിമെൻ്റ് ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ പറഞ്ഞു. റയൽ മാഡ്രിഡിന് ഇപ്പോൾ കറൻലി ഒരു 2024-25 സീസൺ വളരെ മോശം സീസണാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ പ്ലേയേഴ്സിന് മെജോറിറ്റി പ്ലേയേഴ്സിനും ഇഞ്ചുറിയാണ്. അവരുടെ ആ ഒരു മെയിൻ ഡിഫൻസിനൊന്നും അവർക്ക് ഇറക്കാനേ പറ്റിയിട്ടില്ലായിരുന്നു ആൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കാർലോ ആൻസലോട്ടി അദ്ദേഹത്തിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, ടാക്ടിക്സ് ഒക്കെ പുറത്തെടുത്തു. പക്ഷേ അവർക്ക് ഈ ഒരു സീസണിൽ അധികം മേജർ ട്രോഫികളൊന്നും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് എന്തായാലും കാർലോ ആൻസലോട്ടി ഈ ഒരു സീസണോട് കൂടി സാക്ക് ചെയ്യുമെന്നുള്ളത് കൺഫേം ആയതുകൊണ്ട് ബ്രസീലിയൻ നാഷണൽ ടീം ആ ഒരു സമയം മുതലെടുത്തു. കാർലോ ആൻസലോട്ടിയോട് സമീപിച്ചു, വെർബൽ അഗ്രിമെൻ്റ് ഒക്കെ ഓക്കെ പറഞ്ഞു. അങ്ങനെ കാർലോ ആൻസലോട്ടിയെ സൈൻ ചെയ്തു. റയൽ മാഡ്രിഡ് അവിടെ സാബി അലൻസോയെയും സൈൻ ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ഒരു ബ്രസീലിയൻ നാഷണൽ ടീമിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ. അവരുടെ ആ ഒരു പ്ലേയേഴ്സിനെ വെച്ച് കാർലോ ആൻസലോട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്ടിക്സ് പുറത്തെടുക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും ബ്രസീലിയൻ നാഷണൽ ടീം ഇനി വരാൻ പോകുന്ന കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ, അതായത് ഈ ജൂണിൽ വരാൻ പോകുന്ന കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് ആൻസലോട്ടി ഉണ്ടാവും. ക്ലബ് വേൾഡ് കപ്പ് വരെ നിൽക്കില്ല. സാബി അലൻസോ ആയിരിക്കും റയൽ മാഡ്രിഡിനെ ക്ലബ് വേൾഡ് കപ്പിൽ കോച്ച് ചെയ്യുക. ബ്രസീലിയൻ നാഷണൽ ടീമിനെ ഈ ഒരു മെയ് എൻഡോട് കൂടി ബ്രസീലിൽ പോയി ജോയിൻ ചെയ്യും. ജൂണിൽ നടക്കാൻ പോകുന്ന ഒരു കോൺമബോളിലെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ കാർലോ ആൻസലോട്ടി തന്നെ ആയിരിക്കും കോച്ചായിട്ടുണ്ടാവുക. സോ അപ്പോൾ നമുക്ക് നോക്കാം, ജൂണിൽ നടക്കാൻ പോകുന്ന ആ ഒരു പരാഗയും ഇക്വഡോറും തമ്മിലുള്ള ഒരു മാച്ചിൽ ആൻസലോട്ടി ഉണ്ടാവും. നമുക്ക് ആ ഒരു 2 മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. സോ താങ്ക് യു സോ മച്ച്.